ഹലോ ഫ്രണ്ട്സ്, റെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു കഥയുമായി ഞാൻ വന്നിട്ടുണ്ട്. കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും രേഖപ്പെടുത്തുക. രാവിലെ 6 മണി. അലാറത്തിൻ്റെ ശബ്ദം കേട്ട് അർജുൻ പതുക്കെ കണ്ണു തുറന്നു. കിടക്കയുടെ അരികിൽ ചെറിയൊരു കുഞ്ഞ് സമാധാനമായി ഉറങ്ങുകയായിരുന്നു. 1 വയസ്സ് മാത്രം പ്രായമുള്ള ആദി. അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. മനസ്സിൽ പറഞ്ഞു, നീ മാത്രമാണ് ഇനി എൻ്റെ ലോകം. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടു. മീര. എന്താ മീര സംഭവിച്ചത്? അർജുൻ വിളിച്ചു ചോദിച്ചു. മീര ഒരു മറുപടിയും പറഞ്ഞില്ല. അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ മീര, ഇന്നും ഉറങ്ങിയില്ലേ? അവൾ പതുക്കെ തിരിഞ്ഞു. അർജുൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? മുഖം എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അവളൊരു നിമിഷം മിണ്ടാതെ നിന്നു. എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. എന്താണ് നീ പറയുന്നത്? നമ്മൾ തമ്മിൽ ഇനി സ്നേഹമില്ല. മീര, നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ മോനെ നോക്ക്. അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കി. കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും മുഖം കടുപ്പമായിരുന്നു. എനിക്കെന്റെ ജീവിതം വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകണം. അർജുൻ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. വേറൊരു വഴി എന്നത് എന്താണ്? മീര കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറങ്ങിയ കത്തി പോലെയായിരുന്നു. മീര, തമാശ പറയല്ലേ. ഇത് തമാശയല്ല. നമ്മുടെ കുഞ്ഞിനെ പോലും ഓർക്കുന്നില്ലേ നീ? അവനെ നോക്കാൻ നിനക്ക് കഴിയും. പക്ഷെ അവന് അമ്മ വേണ്ടേ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞില്ല. അന്ന് ആ സംഭാഷണം അവിടെ അവസാനിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തി. മീര. വീട്ടിൽ ആരുമില്ല. കിടക്കയിൽ ആദി കരഞ്ഞുകൊണ്ടിരുന്നു. മേശപ്പുറത്തൊരു കത്ത്. കുലുങ്ങുന്ന കൈകളോടെ അർജുൻ അത് തുറന്നു. അർജുൻ, എന്നോട് ക്ഷമിക്കണം. ഈ ജീവിതത്തിൽ എനിക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ തീരുമാനമെടുത്തു. ആദിയെ നന്നായി നോക്കണം. അവന് നല്ലൊരു അച്ഛനാകാൻ നിനക്ക് കഴിയും. എന്നെ അന്വേഷിക്കരുത്. കത്ത് വായിച്ചു തീർന്നതും അവൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണു. മീര. അവനുറക്കെ വിളിച്ചു. ആരും വന്നില്ല. ആദി കരഞ്ഞുകൊണ്ടിരുന്നു. അർജുൻ ഓടിച്ചെന്ന് അവനെ എടുത്തു. മോനെ, കരയല്ലേ. പക്ഷെ അവൻ്റെ സ്വന്തം ശബ്ദം പോലും കരച്ചിലായി മാറിയിരുന്നു. അന്ന് ആദ്യമായി ഒരു അച്ഛൻ തൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. രാവിലെ കുഞ്ഞിന് പാലുണ്ടാക്കും, ഡയപ്പർ മാറ്റും. ജോലിക്ക് പോകുന്നതിന് മുൻപ് അയൽവീട്ടിലെ അമ്മച്ചിയുടെ അടുത്ത് ആദിയെ ഏൽപ്പിക്കും. വൈകിട്ട് തിരികെ കൊണ്ടുവരും. രാത്രി ഉറക്കമില്ലാതെ കുഞ്ഞിനെ എടുത്ത് നടക്കും. ഒരു ദിവസം ഓഫീസിൽ സുഹൃത്ത് രാഹുൽ ചോദിച്ചു, അർജുൻ, ഇങ്ങനെ എത്ര ദിവസം നീ ഒറ്റയ്ക്ക് ജീവിക്കും? അറിയില്ല. വീണ്ടും വിവാഹം കഴിച്ചൂടെ? അർജുൻ ഒന്ന് ചിരിച്ചു. എനിക്കിനി വിവാഹമൊന്നും വേണ്ട. നിന്നെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആദിയെക്കുറിച്ചാണ്. ആ വാക്കുകൾ അർജുനെ ചിന്തിപ്പിച്ചു. ആ രാത്രി ആദി പനിയുമായി കരയുകയാണ്. അർജുൻ അവനെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. ഡോക്ടർ മരുന്ന് കൊടുത്തു. ഭയപ്പെടേണ്ട, ചെറിയ പനിയാണ്. വീട്ടിലെത്തിയിട്ടും ആദി കരച്ചിൽ നിർത്തിയില്ല. അർജുൻ അവനെ നെഞ്ചോട് ചേർത്ത് മുറിയിലൂടെ നടന്നു. മോനെ, അച്ഛനുണ്ടടാ, നീ കരയല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുറങ്ങി. പക്ഷെ അർജുന്റെ കണ്ണുകളിൽ ഉറക്കമുണ്ടായില്ല. അവൻ ഭാര്യയുടെ ഒഴിഞ്ഞ കസേരയിൽ നോക്കി. നീ പോയത് നിന്റെ ഇഷ്ടം. പക്ഷേ ഈ കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത്? അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു. ആദിക്കിപ്പോൾ 1.5 വയസ്സ്. ഒരു ദിവസം അർജുന്റെ അമ്മ വീട്ടിലെത്തി. മോനെ, ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല. അമ്മേ, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. നീയല്ല, ആദി. അർജുൻ മിണ്ടിയില്ല. അമ്മ വീണ്ടും പറഞ്ഞു, അവനൊരു അമ്മ വേണം. എല്ലാ സ്ത്രീകൾക്കും മറ്റൊരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമോ? കഴിയും, മനസ്സ് നല്ലതാണെങ്കിൽ. അർജുൻ ദീർഘനിശ്വാസം എടുത്തു. എനിക്ക് ഭാര്യയെ അന്വേഷിക്കുന്നില്ല. എൻ്റെ മകൻ സ്വന്തം മകനായി കാണാൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ വാക്കുകൾ കേട്ട അമ്മ അവൻ്റെ തോളിൽ കൈവച്ചു. അങ്ങനെ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും. അർജുൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവനറിയില്ലായിരുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരാൻ പോവുകയാണെന്ന്. ആ വരവ് അവൻ്റെ ജീവിതം മാത്രമല്ല, ചെറിയ ആദിയുടെ ജീവിതവും എന്നേക്കുമായി മാറ്റിമറിക്കുമെന്നും. അർജുന്റെ ജീവിതം ഇപ്പോൾ ഒരു ഘടികാരം പോലെയായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ആദിയെ കുളിപ്പിക്കും, പാല് കൊടുക്കും, ചെറിയ ടിഫിൻ തയ്യാറാക്കും. പിന്നെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അയൽ വീട്ടിലെ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ആദിയെ ഏൽപ്പിക്കും. ഓരോ ദിവസവും അതേ ജീവിതം. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ അർജുൻ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ കയറി. അമ്മേ, ആദി എവിടെയുണ്ട്? അവൻ തൊട്ടപ്പുറത്തെ പാർക്കിൽ കളിക്കുകയാണ് മോനെ. അർജുൻ വേഗം പാർക്കിലേക്ക് നടന്നു. ദൂരെ നിന്ന് അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. ഒരു യുവതി നിലത്തിരുന്ന് ആദിയോടൊപ്പം കളിക്കുകയാണ്. ആദി പൊട്ടിച്ചിരിക്കുകയാണ്.
ഇതുവരെ ഇവൻ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അർജുൻ മനസ്സിൽ പറഞ്ഞു. അവൻ അടുത്തേക്ക് നടന്നു. ആദ്യം അർജുനെ കണ്ടതും സന്തോഷത്തോടെ കൈനീട്ടി. അച്ഛാ. അർജുൻ അവനെ എടുത്തു. ആരാണിത്? അപ്പോൾ ലക്ഷ്മിയമ്മ അവിടേക്ക് വന്നു. ഇത് നന്ദന, അടുത്തുള്ള സ്കൂളിലെ ടീച്ചറാണ്. എല്ലാ വൈകുന്നേരവും ഇവിടെ കുട്ടികളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കും. നന്ദന ചിരിച്ചു. ഹലോ. ഹലോ, ഞാൻ അർജുൻ. ആദിയെക്കുറിച്ച് ലക്ഷ്മിയമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അർജുൻ ഒന്ന് ചിരിച്ചു. അല്ലേ, അത്ര കുസൃതിയാണോ? നന്ദന ആദിയുടെ കവളിൽ പതുക്കെ തഴുകി. കുസൃതിയല്ല, നല്ല സ്നേഹം കൊതിക്കുന്ന കുഞ്ഞാണ്. ആ വാക്കുകൾ അർജുന്റെ മനസ്സിൽ തട്ടിയിരുന്നു. അടുത്ത ദിവസവും നന്ദന പാർക്കിലെത്തി. ആദ്യം അവളെ കണ്ടതും ഓടിച്ചെന്നു. ആൻറ്റി. നന്ദന ചിരിച്ചുകൊണ്ട് അവനെ എടുത്തു. ഇന്ന് എന്ത് കളിക്കാനാ? അവർ പന്ത് കളിച്ചു, പൂക്കൾ എണ്ണി, പക്ഷികളെ നോക്കി. ഇതെല്ലാം ദൂരെ നിന്ന് അർജുൻ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ സുഹൃത്ത് രാഹുൽ അടുത്തേക്ക് വന്നു. എന്താ ഇത്ര ശ്രദ്ധിച്ചു നോക്കുന്നത്? ഒന്നുമില്ല. നിനക്ക് അവളെ ഇഷ്ടമായോ? അർജുൻ ഉടൻ മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആദി അവളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ വളരെ സന്തോഷവാനാണ്. രാഹുൽ ചിരിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മഴ ശക്തമായി പെയ്യുകയായിരുന്നു. പാർക്കിൽ ആരുമില്ല. അർജുൻ കുടയുമായി ആദിയെയും എടുത്ത് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരു കാർ വെള്ളക്കെട്ടിൽ നിൽക്കുന്നത് കണ്ടത്. അതിനരികിൽ നന്ദന. എന്തുപറ്റി? കാർ സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ നോക്കട്ടെ. കുറച്ചു സമയത്തിന് ശേഷം കാർ സ്റ്റാർട്ടായി. വളരെ നന്ദി. സാരമില്ല. അപ്പോൾ ആദി കൈ നീട്ടി. നന്ദന ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകളിലേറ്റു. ബൈ മോനെ, ഞാൻ പോവുകയാണ്. ആദി വിടാതെ അവളുടെ കൈയും പിടിച്ചു നിന്നു. ആൻറ്റു പോകരുത്. ആ വാക്ക് കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുട്ടുകുത്തി ആദിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ നാളെ വരാം. സത്യമാണോ? അതെ, സത്യം. അപ്പോഴാണ് ആദി കൈവിട്ടത്. അർജുൻ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി ആദി ഉറങ്ങിയ ശേഷം അർജുൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അമ്മ അടുത്തു വന്നു. എന്താ മോനെ ആലോചിക്കുന്നത്? അമ്മേ, ഇന്നൊരു കാര്യം കണ്ടു. എന്താണ്? ആദി നന്ദന പോകുമ്പോൾ കരഞ്ഞു. അമ്മ ഒന്ന് ചിരിച്ചു. കുഞ്ഞുങ്ങൾക്ക് നല്ല മനസ്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അർജുനൊന്നും പറഞ്ഞില്ല. മോനെ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മേ? ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മേ. എന്തുകൊണ്ടാണ്? അർജുൻ ദീർഘനിശ്വാസം എടുത്തു. ഞാൻ പേടിക്കുകയാണ്. എന്തിനെ? വീണ്ടും ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദിക്ക് വീണ്ടും ഒരു വേദന ഉണ്ടാകുമോ എന്ന പേടി. അമ്മ അവൻ്റെ കയ്യിൽ പിടിച്ചു. എല്ലാവരും ഒരുപോലെയല്ല മോനെ. അടുത്ത ഞായറാഴ്ചയായി ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ചെറിയൊരു പിറന്നാൾ ആഘോഷം. നന്ദനയും വന്നിരുന്നു. കുട്ടികളെല്ലാവരും കേക്ക് മുറിച്ചു. ആദിയും സന്തോഷത്തോടെ കൈയടിച്ചു. പക്ഷെ കളിക്കുന്നതിനിടെ അവൻ പടിയിൽ നിന്ന് വഴുതി വീണു. ആദി. അർജുൻ ഓടിയെത്തുന്നതിന് മുൻപേ നന്ദന അവനെ എടുത്തു. മോനെ, ഒന്നും പറ്റിയിട്ടില്ല. അവൾ അവന്റെ നെറ്റിയിൽ കൈവച്ചു. ആദിയുടെ കരച്ചിൽ പതുക്കെ കുറഞ്ഞു. അർജുൻ അവളെ നോക്കി നിന്നു. ആ നിമിഷം അവന്റെ മനസ്സ് ഒരു ചോദ്യം മാത്രം ചോദിച്ചു. ഇവളാണോ എൻ്റെ മകന്റെ ജീവിതത്തിൽ ദൈവം അയച്ച ആ ആൾ? പക്ഷെ അതേസമയം ദൂരെ നിന്നുകൊണ്ട് ഒരാൾ ഇവയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അർജുൻ പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. ആ ഫോൺ കോളിന്റെ മറുവശത്തുള്ള ആൾ ആരാണെന്ന് അർജുൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ വിളി അവന്റെ ജീവിതം വീണ്ടും കൊടുങ്കാറ്റിലേക്ക് വഴിച്ചെളിക്കാൻ പോവുകയായിരുന്നു. പിറന്നാളാഘോഷം കഴിഞ്ഞെങ്കിലും അർജുന്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രമായിരുന്നു, നന്ദന. ആദിയോട് അവൾ കാണിച്ച കരുതലും സ്നേഹവും ഒരു നിമിഷം പോലും അവന് മറക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വൈകുന്നേരം പതിവ് പോലെ അർജുൻ ആദിയുമായി പാർക്കിലെത്തി. ആദി ചുറ്റും നോക്കി. ആന്റി എവിടെ? അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വരും മോനെ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നന്ദന പാർക്കിലേക്ക് നടന്നു വന്നു. അവളെ കണ്ടതും ആദി ഓടിച്ചെന്ന് അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ആദി പറഞ്ഞു. ആന്റി, ഇന്നലെ ഞാൻ വീണല്ലോ. നന്ദന ചിരിച്ചുകൊണ്ട്. അതെ, പക്ഷെ എന്റെ ധൈര്യശാലിയായ മോന് ഒന്നും പറ്റിയില്ല. അവൾ അവനെ എടുത്ത് നെറ്റിയിലൊരു ഉമ്മ നൽകി. ആ കാഴ്ച കണ്ടപ്പോൾ അർജുന്റെ കണ്ണുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുട്ടികൾ കളിക്കുമ്പോൾ അർജുനും നന്ദനയും പാർക്കിലെ ബെഞ്ചിലിരുന്നു. കുറച്ചു നേരം ആരും ഒന്നും സംസാരിച്ചില്ല. അവസാനം നന്ദന തന്നെയാണ് നിശബ്ദത പൊളിച്ചത്. ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കൂ. ആദിയുടെ അമ്മ എവിടെയാണ്? ആ ചോദ്യം കേട്ടപ്പോൾ അർജുന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ കുറച്ചു നിമിഷം തല കുനിച്ചിരുന്ന ശേഷം പതുക്കെ പറഞ്ഞു. അവൾ ഞങ്ങളെ വിട്ടു പോയി. നന്ദനയൊന്നും ചോദിച്ചില്ല. മറ്റൊരാളുടെ കൂടെ പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. അർജുന്റെ ശബ്ദം ഇടറി. ആദിക്ക് 1 വയസ്സ് മാത്രമായിരുന്നു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി, ഞാൻ ചോദിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറയേണ്ട വേദനയായിരുന്നു ഇത്. അന്നേ ദിവസം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നന്ദനയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ അവളുടെ അമ്മ ചോദിച്ചു. എന്താ മോളെ, ഇന്നെന്തോ വിഷമമുണ്ടല്ലോ? ഇല്ല അമ്മേ. ഒരു കുഞ്ഞിനെ കണ്ടു. എന്നിട്ട്? അവൻ അമ്മയില്ല. അമ്മ ഒരു ദീർഘനിശ്വാസം എടുത്തു. അമ്മയില്ലാത്ത കുഞ്ഞിന്റെ കണ്ണുകൾ കണ്ടാൽ മനസ്സ് തകരും.
നന്ദന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ കുഞ്ഞു ചിരിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുണ്ട്. അടുത്ത ദിവസം ഓഫീസിലിരിക്കുമ്പോൾ അർജുന് രാഹുലിന്റെ ഫോൺ വന്നു. വൈകുന്നേരം നീ ഫ്രീ ആണോ? അതെ, ഒരു ചായ കുടിക്കാൻ പോകാം. വൈകുന്നേരം രണ്ടുപേരും ചായക്കടയിൽ ഇരിക്കുകയാണ്. രാഹുൽ പറഞ്ഞു, എടാ, നിനക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നന്ദനെക്കുറിച്ച് അന്വേഷിച്ചു. അർജുൻ അത്ഭുതത്തോടെ നോക്കി. എന്തിന്? നീ ഒന്നും പറയില്ലെന്നറിയാം. എന്നിട്ട്? അവൾ നല്ല കുടുംബത്തിലെ കുട്ടിയാണ്, സ്കൂൾ ടീച്ചർ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. അർജുനൊന്നും മിണ്ടിയില്ല. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട്? രാഹുൽ ചിരിച്ചു. നീ ആലോചിച്ചാൽ തെറ്റില്ല. അർജുൻ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല. എനിക്കറിയാം. എന്റെ മകനെ സ്വന്തം മകനായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെയാണ്. രാഹുൽ അവന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ അന്വേഷിക്കുന്ന ആളെ ദൈവം നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം. 2 ദിവസങ്ങൾക്ക് ശേഷം പാർക്കിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. നന്ദന കുട്ടികളെ സഹായിക്കുകയായിരുന്നു. ആദിയുടെ മുന്നിൽ നിറങ്ങൾ വെച്ചു കൊടുത്തു. അവൾ പറഞ്ഞു, മോനെ, നിനക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ചിത്രം വരച്ചു. നന്ദന അത് നോക്കി. ഒരു ചെറിയ വീട്, ഒരു വലിയ മനുഷ്യൻ, ഒരു ചെറിയ കുട്ടി, അവരുടെ അടുത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ സ്ഥലം. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവിടെ ആരെയാണ് വരയ്ക്കാൻ ബാക്കി വെച്ചിരിക്കുന്നത്? ആദ്യം നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു, എന്റെ അമ്മ. അവിടെ നിന്നിരുന്ന അർജുൻ ആ വാക്കുകൾ കേട്ട് നിശ്ചലനായി. ആരുമൊന്നും സംസാരിച്ചില്ല. നന്ദന പതുക്കെ ആദ്യം ചേർത്ത് പിടിച്ചു. ഒരു ദിവസം നിന്റെ ഈ ചിത്രം പൂർണ്ണമാകും മോനെ. അർജുൻ അത് കേട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം അവന്റെ മനസ്സൊരു തീരുമാനമെടുക്കാൻ തുടങ്ങി. നന്ദനയോട് എന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയണം. പക്ഷെ അവൻ അറിയാതെ മറ്റൊരാൾ ഇതിനകം നന്ദനയെ കാണാൻ തീരുമാനിച്ചിരുന്നു. ആ വ്യക്തി മറ്റാരുമല്ല, അർജുന്റെ ഭൂതകാലം, മീര. വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ഈ നഗരത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ആ തിരിച്ചുവരവ് അർജുന്റെയും നന്ദനയുടെയും ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും? 2 ദിവസമായി അർജുന്റെ മനസ്സ് അസ്വസ്ഥരായിരുന്നു. നന്ദനയോട് തന്റെ മനസ്സ് തുറന്നു പറയണോ, അതോ ഇനിയും കാത്തിരിക്കണോ? ഓരോ തവണയും ആദ്യം നന്ദനയുടെ കൈപിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവന്റെ മനസ്സ് പറയുമായിരുന്നു, ഇവളെ പോലൊരു പെൺകുട്ടി എന്റെ മകന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ ഒരിക്കലും ഒറ്റപ്പെടില്ല. അന്ന് വൈകുന്നേരം പതിവ് പോലെ പാർക്കിലെത്തിയപ്പോൾ നന്ദന ഒരു ബെഞ്ചിലിരുന്ന് ഒരു പുസ്തകം വായിക്കുന്നു. ആദ്യം ഓടിച്ചെന്ന് അവളുടെ മടിയിലേക്ക് കയറി. ആന്റി, ഇന്ന് കഥ പറയുമോ? നന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറയാം മോനെ, പക്ഷെ ആദ്യം ഒരു ഐസ്ക്രീം കഴിക്കാം. ആദി പറഞ്ഞു, ആ പോകാം. അവരുടെ ചിരി കണ്ടപ്പോൾ അർജുന്റെ മനസ്സിൽ ഭയം പതിയെ അലിഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് ആദി മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോയി. അർജുൻ നന്ദനയുടെ അടുത്ത് ചെന്നിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. നന്ദന ചോദിച്ചു. എന്താണ്? അവൻ കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് തെറ്റായി കരുതരുത്. ഇല്ല, പറയൂ. അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. എനിക്കിനി ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ മകനൊരു നല്ല അമ്മ വേണം. നന്ദന നിശബ്ദയായി അവനെ നോക്കി. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദന അമ്പരന്നു. അവൾ ഉടൻ മറുപടി പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ പതുക്കെ പറഞ്ഞു, അർജുൻ, ഞാൻ ഈ ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇല്ല എന്ന് പറയാം. അർജുൻ പറഞ്ഞു. അല്ല, പിന്നെ? നന്ദന ആദിയെ നോക്കി. ഞാൻ നിങ്ങളെക്കാൾ ആദിയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അർജുൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരിക്കലും അവനെ വേർതിരിച്ച് കാണില്ല. പക്ഷേ ഒരു ദിവസം പോലും അവന് തോന്നരുത് ഞാൻ അവൻ്റെ രണ്ടാനമ്മയാണെന്ന്. അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ എടുത്തോളൂ. നന്ദന പറഞ്ഞു. എനിക്ക് ഒരാഴ്ച സമയം തരാമോ? അർജുൻ തീർച്ചയായും തരാം. അന്ന് രാത്രി നന്ദന വീട്ടിലെത്തി. അമ്മ കാത്തിരിക്കുകയായിരുന്നു. എന്താ മോളെ, ഇന്ന് മുഖത്ത് എന്തോ പ്രത്യേകതയുണ്ടല്ലോ? ഇല്ല അമ്മേ, ഇന്നൊരാൾ എന്നോട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അമ്മ ചിരിച്ചു. അത് നല്ല കാര്യമല്ലേ? പക്ഷേ എന്താ? അദ്ദേഹത്തിനൊരു മകനുണ്ട്. അമ്മ കുറച്ചു നേരം ആലോചിച്ചു. ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമോ? നന്ദന ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. കഴിയും. അപ്പോൾ ബാക്കിയെല്ലാം ദൈവം ശരിയാക്കും. അതേസമയം നഗരത്തിലെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ബസ്സിൽ നിന്ന് ഇറങ്ങി. കയ്യിലൊരു ചെറിയ ബാഗ് മാത്രം. അവൾ ചുറ്റും നോക്കി. കണ്ണുകളിൽ ക്ഷീണം, മുഖത്ത് കുറ്റബോധം. അവൾ പതുക്കെ ഒരു ഓട്ടോയിൽ കയറി. ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, എവിടേക്കാണ് മാഡം? അവൾ ഒരു വിലാസം പറഞ്ഞു. അത് അർജുന്റെ വീടിന്റെ വിലാസമായിരുന്നു. പിറ്റേന്ന് രാവിലെ അർജുൻ ഓഫീസിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ആരാണ്? വാതിൽ തുറന്ന നിമിഷം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ് താഴെ വീണു. മുന്നിൽ നിൽക്കുന്നത് മീര. അവളെ കണ്ടതും അർജുന്റെ മുഖം കടുത്തു. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? മീരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നോട് സംസാരിക്കണം. സംസാരിക്കാനൊന്നുമില്ല. അവൾ വീടിനുള്ളിലേക്ക് നോക്കി. ആദ്യം എവിടെയുണ്ട്? ആ പേര് കേട്ടതും അർജുന്റെ ശബ്ദം ഉയർന്നു. അവന്റെ പേര് പറയാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? മീര പൊട്ടിക്കരഞ്ഞു. ഞാനൊരു തെറ്റ് ചെയ്തു.
ഒരു തെറ്റോ? അതെ. 1 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് നിന്റെ ഭാഷയിലൊരു തെറ്റാണോ? മീരയ്ക്ക് മറുപടിയില്ല. അപ്പോഴേക്കും മുറികളിൽ നിന്ന് ആദി പുറത്തേക്ക് വന്നു. അവൻ മീരയെ നോക്കി. അപരിചിതമായൊരു മുഖം. അവൻ പതുക്കെ അർജുന്റെ കൈ പിടിച്ചു. അച്ഛാ, ഈ ആന്റി ആരാ? ആ ചോദ്യം കേട്ട നിമിഷം മീരയുടെ ഹൃദയം തകർന്നു. കാരണം സ്വന്തം മകൻ പോലും അവളെ തിരിച്ചറിഞ്ഞില്ല. അവളുടെ കണ്ണുനീർ നിലത്തേക്ക് വീണു. അർജുൻ ആദിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു. മോനെ, അകത്തേക്ക് പോ. ആദ്യ അകത്തേക്ക് പോയെങ്കിലും അവൻ ഇടയ്ക്കിടെ തിരിഞ്ഞ് മീരയെ നോക്കുന്നുണ്ടായിരുന്നു. മീര വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു, അവൻ എന്നെ മറന്നോ? അർജുൻ കണ്ണുനീർ അടക്കിക്കൊണ്ട് പറഞ്ഞു, മറക്കാൻ ഓർമ്മകൾ ഉണ്ടായിരിക്കണം മീര. നീ അവൻ ഒരു ഓർമ്മ പോലും കൊടുത്തിട്ടില്ല. ആ വാക്കുകൾ കേട്ട് മീര തലകുനിച്ചു നിന്നു. അവൾക്കറിയില്ലായിരുന്നു മറ്റൊരാൾ കടന്നു വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. ആ സത്യം അറിഞ്ഞാൽ മീര എന്തു ചെയ്യും? മീര വീടിന്റെ മുന്നിൽ നിശബ്ദയായി നിന്നു. അർജുൻ വാതിൽക്കൽ തന്നെ നിന്നു. ഇരുവരുടെയും ഇടയിൽ കുറച്ചു നിമിഷം മൗനം മാത്രമാണ്. അവസാനം മീര തന്നെ സംസാരിച്ചു. അർജുൻ, എനിക്ക് 5 മിനിറ്റ് സമയം തരുമോ? നിനക്ക് പറയാനുള്ളത് കേട്ടാൽ കഴിഞ്ഞ കാലം തിരികെ വരുമോ? അർജുൻ ചോദിച്ചു. മീര തലകുനിച്ചു. ഇല്ല, പക്ഷെ എന്റെ തെറ്റ് സമ്മതിക്കാൻ എനിക്ക് അവസരം തരണം. അർജുൻ ദീർഘനിശ്വാസം എടുത്തു. പറയേ. മീര പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പോയ ആളെ വിശ്വസിച്ചു. പക്ഷെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അയാൾ എന്നെ ഉപേക്ഷിച്ചു. അർജുൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റിന്റെ വലുപ്പം മനസ്സിലായത്. ഇപ്പോൾ മനസ്സിലായോ? അതെ. പക്ഷെ ഞാൻ തിരികെ വന്നത് നിനക്ക് വേണ്ടിയല്ല. അർജുൻ അവളെ തുറച്ചു നോക്കി. എന്റെ മകനെ ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അർജുൻ ശാന്തമായി മറുപടി പറഞ്ഞു. നീ കാണാൻ വന്നത് ഒരു കുഞ്ഞിനെയല്ല. ഇപ്പോൾ അവൻ എന്റെ ലോകമാണ്. അതേസമയം ആദ്യ ജനലിലൂടെ മീരയെ നോക്കുകയാണ്. അവൻ അവൾ ആരാണെന്നറിയില്ല. അവൻ അച്ഛന്റെ അടുത്തേക്ക് ഓടിയെത്തി. അച്ഛാ, ആ ആന്റി എന്തിനാ കരയുന്നത്? അർജുൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ചിലർക്ക് സ്വന്തം തെറ്റുകൾ ഓർമ്മ വരുമ്പോൾ കരച്ചിൽ വരും മോനെ. ആദിക്കൊന്നും മനസ്സിലായില്ല. മീര തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ആദി വീടിനുള്ളിൽ നിന്ന് ചെറിയൊരു വെള്ളക്കുപ്പിയുമായി ഓടി വന്നു. ആന്റി. മീര തിരിഞ്ഞു നോക്കി. വെള്ളം കുടിക്കൂ. ആദിയുടെ നിഷ്കളങ്കമായ ആ വാക്കുകൾ കേട്ടപ്പോൾ മീര പൊട്ടിക്കരഞ്ഞു. അവൾ കുപ്പി വാങ്ങി. നന്ദി മോനെ. ആദി പുഞ്ചിരിച്ചു. കരയണ്ട. അച്ഛൻ പറയും കരഞ്ഞാൽ തലവേദന വരുമെന്ന്. മീരയ്ക്കിനി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നു. വൈകുന്നേരം നന്ദന അർജുനെ വിളിച്ചു. നാളെ എനിക്ക് നിങ്ങളെ കാണണം. അർജുൻ പറഞ്ഞു. ശരി. പിറ്റേന്ന് പാർക്കിൽ ആദ്യ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. നന്ദന അർജുന്റെ അടുത്ത് വന്നു. അവളുടെ മുഖത്ത് ഒരു തീരുമാനത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. നന്ദന പറഞ്ഞു, ഞാൻ ഒരുപാട് ആലോചിച്ചു. അർജുന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. എന്നിട്ട് ഈ വിവാഹത്തിന് ഞാൻ സമ്മതമാണ്. അർജുന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ആദിക്കൊരിക്കലും തോന്നരുത് ഞാൻ അവന്റെ രണ്ടാനമ്മയാണെന്ന്. അവൻ എന്നെ ആന്റി എന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഒരു ദിവസം അവന്റെ മനസ്സ് പറയുമ്പോൾ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതി. അർജുന്റെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. ഇതിലും വലിയൊരു സമ്മാനം എനിക്ക് കിട്ടാനില്ല, അർജുൻ പറഞ്ഞു. ഇരുവരുടെയും സംഭാഷണം അവസാനിക്കുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് മീര അത് കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം വേദന കൊണ്ട് നിറഞ്ഞു. അവൾ സ്വയം പറഞ്ഞു, ഞാൻ നഷ്ടപ്പെടുത്തിയ ജീവിതം മറ്റൊരാൾക്ക് ലഭിക്കുകയാണ്. അവൾക്ക് അസൂയ തോന്നിയില്ല. പകരം തന്റെ തെറ്റിന്റെ ആഴം ആദ്യമായി പൂർണ്ണമായി മനസ്സിലാക്കി. അന്ന് രാത്രി അർജുൻ ആദിയെ ഉറക്കുകയായിരുന്നു. ആദി ചോദിച്ചു, അച്ഛാ, എന്താ മോനെ? ആന്റി നമ്മുടെ വീട്ടിൽ വരുമോ? അർജുൻ ചിരിച്ചു. വന്നാൽ നിനക്ക് ഇഷ്ടമാണോ? ആദി ഉടനെ തന്നെ മറുപടി പറഞ്ഞു, വളരെ ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാ അങ്ങനെ? ആന്റി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ മനസ്സിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടില്ല. അടുത്ത ദിവസം രാവിലെ അർജുന്റെ ഫോണിലേക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളി വന്നു. അവൻ കോൾ എടുത്തു. ഹലോ. മറുവശത്തൊരു പുരുഷ ശബ്ദം. ഞാൻ അഡ്വക്കേറ്റ് സുരേഷാണ്. പറയൂ. മീര എന്നെ ഏൽപ്പിച്ച ഒരു നിയമ നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത്. അർജുന്റെ മുഖം വിളറി. അവൾക്ക് സ്വന്തം മകൻ ആദിയെ കാണാനും നിയമപരമായി കസ്റ്റഡിക്കായി അപേക്ഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ട നിമിഷം അർജുന്റെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണു. ഇനി അവന്റെ മുന്നിലെ പോരാട്ടം ഒരു പ്രണയത്തിന് വേണ്ടിയല്ല, സ്വന്തം മകനെ നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു. അഡ്വക്കേറ്റിന്റെ ഫോൺ വിളിക്ക് ശേഷം അർജുൻ കസേരയിൽ തളർന്നിരുന്നു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം, ആദി എനിക്ക് നഷ്ടമാകുമോ? അതേസമയം ആദ്യം ഒന്നും അറിയാതെ കളിപ്പാട്ടവുമായി കളിക്കുകയായിരുന്നു. അച്ഛാ, നോക്ക്, ഞാൻ കാർ ഓടിക്കുക. അർജുൻ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അച്ഛാ? അർജുൻ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നീ എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാകണം. വൈകുന്നേരം അർജുൻ എല്ലാം നന്ദനയോട് പറഞ്ഞു. നന്ദന ശാന്തമായി കേട്ടിരുന്നു. അവസാനം അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പേടി? അർജുൻ പറഞ്ഞു, നിയമം അവന്റെ അമ്മയുടെ ഭാഗത്ത് നിൽക്കുമോ എന്നതാണ്. നന്ദന ചിരിച്ചു. നിയമം രക്തബന്ധം നോക്കും, പക്ഷേ ഒരു കുഞ്ഞിന്റെ മനസ്സ് സ്നേഹമാണ് നോക്കുന്നത്. അർജുൻ അവളുടെ വാക്കുകൾ കേട്ട് അല്പം ആശ്വാസമായി. 2 ദിവസങ്ങൾക്ക് ശേഷം കുടുംബ കോടതിയിൽ മീരയും അർജുനും മുഖാമുഖം നിന്നു. ജഡ്ജി ഇരുവരെയും നോക്കി.
ജഡ്ജി പറഞ്ഞു, ഈ കേസ് ഒരു സ്വത്തിനെ കുറിച്ചല്ല, ഒരു കുഞ്ഞിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മീരയുടെ അഭിഭാഷകൻ എഴുന്നേറ്റു. മാന്യനായ ജഡ്ജി, മീര തന്റെ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ അവൾ സ്വന്തം മകനെ വളർത്താൻ രണ്ടാമതൊരു അവസരം ആഗ്രഹിക്കുന്നു. അർജുന്റെ അഭിഭാഷകൻ എഴുന്നേറ്റു. കഴിഞ്ഞ 4 വർഷമായി ഈ കുഞ്ഞിനെ വളർത്തിയത് അച്ഛനാണ്. ഇപ്പോൾ അവന്റെ ജീവിതം പൂർണ്ണമായ സ്ഥിരതയുള്ളതാണ്. ജഡ്ജി കുറച്ചുനേരം ആലോചിച്ചു. എനിക്ക് ആദിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ആദിയെ കോടതി മുറിയിലേക്ക് വിളിച്ചു. ജഡ്ജി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ പേടിക്കണ്ട, ഞാനൊരു ചോദ്യം ചോദിക്കാം. ആദി തലയാട്ടി. നിന്റെ അമ്മ ആരാണ്? ആദി ഒരു നിമിഷം ആലോചിച്ചു. ശേഷം അവൻ കോടതിക്ക് പുറത്തേക്ക് നോക്കി. അവിടെ നന്ദന നിൽക്കുന്നുണ്ടായിരുന്നു. ആദി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാണ്. കോടതി മുറി നിശബ്ദമായി. മീരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ജഡ്ജി വീണ്ടും ചോദിച്ചു, അവൾ നിന്റെ യഥാർത്ഥ അമ്മയാണോ? ആദി നിഷ്കളങ്കമായി ചിരിച്ചു. എന്നെ എല്ലാ ദിവസവും സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ യഥാർത്ഥ അമ്മ. ആ വാക്കുകൾ കേട്ടപ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മീര പതുക്കെ എഴുന്നേറ്റു. അവൾ ജഡ്ജിയോട് പറഞ്ഞു, മാന്യനായ ജഡ്ജി, എനിക്കിനി ഈ കേസ് തുടരേണ്ട. എല്ലാവരും അമ്പരന്നു. അവൾ അർജുൻ്റെ അടുത്തേക്ക് നടന്നു. എന്നോട് ക്ഷമിക്കണം. അർജുൻ മിണ്ടാതെ നിന്നു. ഞാനിന്ന് മനസ്സിലാക്കി, അമ്മയാകുന്നത് പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ജീവിതം മുഴുവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവൾ നന്ദനയുടെ അടുത്തേക്ക് ചെന്നു, കൈകൂപ്പി. എൻ്റെ മകന് ഞാൻ കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം നിങ്ങൾ അവന് നൽകി. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മീരയുടെ കൈകൾ പിടിച്ചു. ആദിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. മീര പൊട്ടിക്കരഞ്ഞു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദി ഓടിച്ചെന്ന് നന്ദനയുടെ കൈ പിടിച്ചു. ആൻറ്റി, നന്ദന ചിരിച്ചുകൊണ്ട്, എന്താ മോനെ? ആദി കുറച്ചു നേരം അവളെ നോക്കി നിന്നു. ശേഷം അവൻ പതുക്കെ അവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ എന്ന് വിളിച്ചു. ആ ഒരു വാക്ക് കേട്ട നിമിഷം നന്ദന പൊട്ടിക്കരഞ്ഞു. അർജുന്റെ കണ്ണുകളും നിറഞ്ഞു. മീരയും കണ്ണുനീർ തുടച്ചു. കാരണം ആ വിളി നിർബന്ധിച്ച് നേടിയതല്ല, ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അർജുൻ നന്ദനയോട് കൈകൂപ്പി നിന്ന് പറഞ്ഞു, നന്ദി. നന്ദന ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ്? എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്. ആദ്യ ഇരുവരുടെയും കൈപിടിച്ച് നടന്നു. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ 3 നിഴലുകൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി. പക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ഇനിയും വരാനിരിക്കുന്നതായിരുന്നു. കോടതിയിലെ സംഭവത്തിന് ശേഷം 2 മാസങ്ങൾ കഴിഞ്ഞു. അർജുന്റെയും നന്ദനയുടെയും വിവാഹം വളരെ ലളിതമായി നടത്താൻ തീരുമാനിച്ചു. ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അർജുൻ പറഞ്ഞു, എനിക്ക് വലിയ ആഘോഷങ്ങളെക്കാൾ ഒരു സന്തോഷമുള്ള കുടുംബമാണ് വേണ്ടത്. നന്ദനയും പറഞ്ഞു, എനിക്കും അതെ. വിവാഹ ദിവസം ക്ഷേത്രം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് അർജുൻ മണ്ഡപത്തിലിരുന്നു. അല്പസമയത്തിന് ശേഷം സാരി അണിഞ്ഞ് നന്ദന വന്നു. അവളെ കണ്ടപ്പോൾ അർജുന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പുരോഹിതൻ മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങി. അപ്പോൾ ആദ്യ അർജുന്റെ കൈ പിടിച്ചു. അച്ഛാ, എന്താ മോനെ? ഇന്നു മുതൽ ആന്റിയെ അമ്മ എന്ന് വിളിക്കാമല്ലേ? ആ ചോദ്യം കേട്ട നിമിഷം അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആദിയെ നെഞ്ചോട് ചേർത്തു. അത് നിന്റെ മനസ്സിന്റെ തീരുമാനമാണ് മോനെ. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു. എല്ലാവരും ആശംസകൾ പറയുകയായിരുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിന്റെ പടികൾ കയറി ഒരാൾ മുകളിലേക്ക് വന്നത്. അത് മീരയാണ്. അവളെ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. മീര പതുക്കെ അർജുന്റെയും നന്ദനയുടെയും അടുത്തേക്ക് നടന്നു. കയ്യിൽ മനോഹരമായി പൊതിഞ്ഞൊരു ചെറിയ സമ്മാനപ്പെട്ടി. ഞാനിവിടെ വന്നതൊരു പ്രശ്നമുണ്ടാക്കാനല്ല. അവൾ ആ സമ്മാനം നന്ദനയുടെ കയ്യിൽ കൊടുത്തു. ഇത് ആദിക്കുള്ളതാണ്. നന്ദന പുഞ്ചിരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു. മീര ആദിയുടെ അടുത്ത് മുട്ടുകുത്തി. മോനെ, സുഖമാണോ? ആദി അവളെ നോക്കി. സുഖമാണ്. എന്നെ ഓർക്കുന്നുണ്ടോ? ആദി കുറച്ചു നേരം ആലോചിച്ചു. അന്ന് വെള്ളം കുടിച്ച ആന്റിയല്ലേ? ആ മറുപടി കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ഇത്തവണ അവൾ കരഞ്ഞില്ല. അവൾ ചിരിച്ചു. അതേ മോനെ, നന്നായി പഠിക്കണം. അച്ഛനെയും അമ്മയും ഒരുപാട് സ്നേഹിക്കണം. ആദി തലയാട്ടി. മീര എഴുന്നേറ്റ് അർജുന്റെ മുന്നിൽ നിന്നു. നീ നല്ലൊരു അച്ഛനാണ്. അർജുൻ ശാന്തമായി മറുപടി പറഞ്ഞു. നന്ദി. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കണം. നന്ദന മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു. നിങ്ങളും ജീവിതം പുതുതായി തുടങ്ങണം. മീര ഒരു ചെറിയ ചിരിയോടുകൂടി തല കുനിച്ചു. ഇനി ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നു. അവൾ പോയപ്പോൾ ആരുടെയും മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ജീവിതം ചിലപ്പോൾ രണ്ടാമതൊരു അവസരം നൽകുമെന്ന തിരിച്ചറിവ് മാത്രം. 6 വർഷങ്ങൾക്ക് ശേഷം ആദി ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്. സ്കൂളിൽ എൻ്റെ അമ്മ എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം നടന്നു. ആദിയുടെ പേരാണ് ആദ്യം വിളിച്ചത്. അവൻ വേദിയിലേക്ക് നടന്നു. ആദ്യ നിരയിൽ അർജുനും നന്ദനയും ഇരുന്നു. ആദി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ പ്രസവിച്ച ആളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ എന്നെ വളർത്തിയ അമ്മ എനിക്ക് പനി വന്നപ്പോൾ ഉറങ്ങാതെ ഇരുന്നത്, ഞാൻ ആദ്യമായി സൈക്കിൾ ഓടിച്ചപ്പോൾ കൈവിട്ടില്ലാതെ പിടിച്ചു നിന്നത്, എനിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ പോലും എന്നെ ചേർത്ത് പിടിച്ചത്, അതാണ് എൻ്റെ അമ്മ. ആദ്യ കണ്ണു നിറഞ്ഞ് നന്ദനയെ നോക്കി. എൻ്റെ അമ്മയുടെ പേര് നന്ദന അർജുൻ. സ്കൂൾ ഓഡിറ്റോറിയം മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. നന്ദനയുടെ കണ്ണുനീർ നിർത്താൻ കഴിഞ്ഞില്ല.
അർജുൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ആദ്യം ഓടിയെത്തി നന്ദനെ കെട്ടിപ്പിടിച്ചു. അമ്മേ. എന്താ മോനെ? ദൈവം നിനക്ക് 2 ജന്മം തന്നിരുന്നെങ്കിൽ 2 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കുമായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആദിയുടെ നെറ്റിയിൽ ചുംബിച്ചു. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, അത് നീയാണ്. അർജുൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ജനലിലൂടെ അസ്തമയ സൂര്യന്റെ വെളിച്ചം വീടിനുള്ളിലേക്ക് വീണു. ആ വെളിച്ചത്തിൽ ഒരു കുടുംബത്തിന്റെ സ്നേഹം കൂടുതൽ തിളങ്ങി. കാരണം ചില സ്ത്രീകൾ കുട്ടികളെ പ്രസവിച്ച അമ്മമാരാകുന്നു, ചില സ്ത്രീകൾ സ്നേഹിച്ചുകൊണ്ട് അമ്മമാരാകുന്നു. കാലം ഒരു നാൾ എല്ലാം മായ്ച്ചേക്കും, പക്ഷെ യഥാർത്ഥ സ്നേഹത്തോടെ നേടിയ അമ്മ എന്ന വിളി ഒരിക്കലും മായില്ല.